ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീഫ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബീഫ് കട്ട് ചെയ്യുന്നതിൽ എന്താണ് ഇപ്പോൾ ഇത്ര കാര്യമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ ബീഫ് നമുക്ക് ഒരുപാട് രീതികളിൽ കട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു രീതികളൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഴയ നമ്മുടെ ഉമ്മമാരൊക്കെ കട്ട് ചെയ്തിരുന്ന ആ ഒരു രീതിയും പിന്നെ ഇപ്പോഴത്തെ ജനറേഷന് കട്ട് ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് മല്ലി ഇവിടെ കഴുകിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഉണക്കാനിടുകയാണ്. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമല്ലേ, അപ്പോൾ നമുക്ക് മല്ലി മുളക് ഒക്കെ ഈ ഒരു സമയത്ത് നല്ല വെയിലുള്ള സമയത്തൊക്കെ കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയൊന്നും വാങ്ങാറില്ല, അതുപോലെ പൊടിച്ചെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നല്ലൊരു ബീഫിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഇറച്ചിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കട്ടിംഗ് ബോർഡ് സാധാരണ നമ്മൾ എളുപ്പ വഴി എന്താ ചെയ്യാതെ ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ എല്ലാ പീസുകളൊന്നും നമുക്ക് ഇതുപോലെ ബീഫിൽ പല വലിഞ്ഞു പോകുന്ന ആ ഒരു പീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് ഇതുപോലെ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നല്ല മൂർച്ചയുള്ള കത്തിയാണെന്നുണ്ടെങ്കിലും പറ്റും. ഇതിപ്പോൾ അത്യാവശ്യം പുതിയൊരു കത്തിയാണ് കേട്ടോ, നല്ല മൂർച്ചയുള്ള കത്തിയാണ്. പക്ഷേ ഇതുപോലെ നമ്മൾ കട്ടിംഗ് ബോർഡുമ്പോൾ വെച്ചിട്ട് ബീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലുള്ള കത്തി ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ കത്തി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വഴുതി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലെ കട്ടിംഗ് ബോർഡുമ്പോൾ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കത്തിയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള കത്തി ആയതുകൊണ്ട് നമുക്ക് കുഴഞ്ഞു പോയിട്ടുള്ള ആ ഒരു വലിഞ്ഞ പീസുകളൊക്കെ ഇതുപോലെ കട്ടിംഗ് ബോർഡുമ്പോൾ വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കത്തി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ നല്ല കട്ടിയുണ്ട് കേട്ടോ. മറ്റേ കത്തി പറഞ്ഞാൽ നൈസായിട്ടുള്ള കത്തിയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നോക്കുക, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അതുപോലെ മരത്തിൻ്റെ പിടിയായതുകൊണ്ട് വെയിറ്റും ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റുള്ള കത്തിയാണ്. അതുകൊണ്ട് നമുക്ക് മറ്റേ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിയിട്ടുള്ളൊരു കത്തിയാണ് കേട്ടോ. പക്ഷേ ഇത് കാണുമ്പോൾ ചെറിയ കത്തിയാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട് ഈ കത്തി കേട്ടോ. കണ്ടോ, ഇതിൻ്റെ കട്ടി കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ കട്ടിയും കണ്ടാലും അറിയാം. ഇത് വളരെ നമ്മൾ ഹൽവയൊക്കെ മുറിക്കാൻ പറ്റുന്ന ആ ഒരു കത്തിയാണിത്, പച്ചക്കറിയൊക്കെ അരിയാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് ബീഫ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വെയിറ്റുള്ള കത്തി വേണം കേട്ടോ. അപ്പോൾ ഞാനിത് അകത്ത് ഇറച്ചി മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ പുറത്ത് ഭയങ്കര കാക്കപ്പട. അപ്പോൾ എന്താണ് കാര്യമെന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പപ്പായ മരത്തുമ്മൽ ഒരു പഴുത്ത പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അത് മുമ്പ് തന്നെ ഒരു ചെറിയ കളർ മാറ്റം വന്നപ്പോൾ തന്നെ കാക്ക വന്നിട്ട് കൊത്തിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ എല്ലാ കാക്കകളും കൂടെ വന്നിട്ട് കൊത്തിപ്പോൾ അത് താഴെ വീണിട്ടുണ്ട്. അതിൻ്റെ പടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ന്യൂ ജനറേഷൻ ബീഫ് കട്ടിങ് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ന്യൂ ജനറേഷന് ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കത്രിക. അപ്പോൾ ഇപ്പോൾ എല്ലാവരും മീൻ വെട്ടാനായാലും ഇറച്ചി വെട്ടാനായാലും ഒക്കെ കത്രികയാണ് കേട്ടോ എടുക്കുക. അപ്പോൾ നമുക്ക് ആ വഴുവെടുത്ത പീസുകളൊക്കെ ഇറച്ചിയുടെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്രികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇതിപ്പോൾ കുറച്ച് മൂർച്ച കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു കത്രികയും കൂടെ വാങ്ങണം. അപ്പോൾ കത്രിക വെച്ചിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയുള്ള ജനറേഷനൊക്കെ ഇങ്ങനെയാവും കേട്ടോ പോവുക. അപ്പോൾ നമുക്കിനി ഓൾഡ് ജനറേഷൻ എങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കാം. അതായത് നമ്മുടെ ഉമ്മമാരൊക്കെ കട്ട് ചെയ്യുന്നിരുന്ന ആ ഒരു രീതി ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ, ഒരിക്കലും അങ്ങനെയൊന്നും ഇരുന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു മുട്ടി കഷ്ണം എടുക്കും. അവിടെ ഇറച്ചി മുറിക്കാനായിട്ടൊരു മുട്ടി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതുപോലെ അത്യാവശ്യം നല്ല മൂർച്ചയുള്ള കത്തി എടുക്കും. കത്തി മൂർച്ചയില്ലെങ്കിൽ ഒന്ന് അമ്മിമ്മലൊക്കെ വരുത്തിയിട്ട് ഒന്ന് മൂർച്ചയും കൂട്ടും. എന്നിട്ട് കാല് ഇങ്ങനെ വെച്ചിട്ട് കാലിൻ്റെ ഒരു തള്ളവിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ കത്തിയുടെ പിടി വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുക്കാറുള്ളത്. ശരിക്കും ഈ ഒരു മുറിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് ഏത് പീസുകളും ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ മുറിച്ചെടുക്കുന്നവരുണ്ടാകും. ഇപ്പോഴും ഉമ്മയ്ക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ മുറിച്ചെടുക്കാറുള്ളത്. പക്ഷേ എനിക്കൊന്നും ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് മുറിച്ചെടുക്കാനൊന്നും പറ്റൂല കേട്ടോ. കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ കാലിൻ്റെ മുട്ടൊക്കെ വേദനിക്കും, കാരണം ഇങ്ങനെ ഇരുന്നിട്ട് മുറിച്ച് ശീലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ എനിക്ക് കാലിൻ്റെ മുട്ടൊക്കെ ഭയങ്കരമായിട്ട് വേദനയാകും കേട്ടോ. ശരിക്കും നമുക്ക് ഒരു ബീഫിലുണ്ടാകുന്ന വഴുവഴുത്ത പീസുകളും അതുപോലെ വലിയുന്ന പീസുകളും നെയ്യിൻ്റെ പീസുകളൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡിമ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഇതിൽ ഏത് രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതും കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.